എടാ എനിക്ക് മധു ചേച്ചിനേക്കാൾ നല്ലപോലെ അഭിനയിക്കാൻ പറ്റില്ലേ? ചേച്ചിയോ? അതിന് ഞാൻ ചേച്ചി ഇതുവരെ അഭിനയിക്കാൻ കണ്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ അഭിനയിച്ച് കാണിച്ചു തരാം. ഞാനേ എനിക്ക് കുറച്ച് രസങ്ങൾ കാണിച്ചു തരാം. ആണോ? ചേച്ചിന്റെ ഒരു രസം തന്നെ കുടിച്ചിട്ട് എനിക്ക് പ്ലക്കേന്ന് പറഞ്ഞ വയറാൾക്കായി. അപ്പോഴാ ഈ രസം. എടാ മണ്ട, ആ രസം അല്ല, നവരസങ്ങളുടെ കാര്യം പറഞ്ഞ. നവരസങ്ങൾ. നവരസം എന്താ? സാമ്പാറും രസവും മിക്സോ? പോടാ വരകൊണ്ടു കാഞ്ചാ. ഇപ്പൊ നീ നോക്കിയേ. കരുണ, ശൃംഗാരം, ദേഷ്യം, ബീഭത്സം. എന്താണ് ഇത്? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, നീ ആ പിണ്ടി ജ്യൂസ് ഒരു കപ്പെടുത്ത് കുടി, ഇതെല്ലാം മാറും. നീ ഒരു വിമിഷ്ടമൊക്കെ പൊക്കോളൂ. ഒരു കപ്പെടുത്തോണ്ട് വരട്ടെ കുടി. അതൊന്നും അല്ല, ഞാൻ ബീബൽസം കാണിച്ചതാ. എന്തോന്ന് ബീബൽസം? അതാ പറഞ്ഞ, അതെടുത്ത് കുടിച്ചാൽ ബീബിൾസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. നീ ഒരു കപ്പെടുത്ത് കുടി, എല്ലാം മാറട്ടെ. മണ്ടൻ തന്നെ നീ. എന്റെ ഹെഡ്സെറ്റ് എവിടെ? ഹെഡ്സെറ്റ് എനിക്കറിയാലോ. നീ അല്ലേ വാങ്ങിച്ചോണ്ട് പോയത്? നീ അവിടെ നിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ എനിക്ക് നല്ല രീതിയിൽ നവരസങ്ങൾ കാണിക്കാൻ അറിയാമെന്ന് നോക്കി നീ. ഞാൻ കാണിക്കട്ടെ. ഇടി എന്തുവാടി ഇവിടെ എല്ലാത്തിനും മട്ടായി. ഒരുത്തി ഇപ്പൊ എഴുന്നള്ളി പോയല്ലേ ഉള്ളൂ. എന്തോ അഭിനയിക്കാൻ നിനക്കും ഇനി പോണോ? എന്റെ ഹെഡ്സെറ്റ് ഞാൻ മൂലയ്ക്ക് വല്ല പാട്ടും കേട്ടിനായിരുന്നു. എന്റെ ഹെഡ്സെറ്റ് എവിടെ? നീ പോയി ഇത് എടുത്തോണ്ട് പോകുമ്പോ നിനക്ക് അറിയാമേ തിരിച്ചുകൊണ്ട് തരണം. എന്റെ ഹെഡ്സെറ്റ് എവിടെ? നീ വേണമെങ്കിൽ നോക്കി എടുത്തോണ്ട് പോ. അതെ, ഒരു സാധനം എടുത്തോണ്ട് പോകുമ്പോഴേ ഇങ്ങനെ ഒരു ആൾക്ക് തിരിച്ചു കൊടുക്കണം. ബോധം ഇല്ലടാ, ചുമ്മാ എന്ത് കഷ്ടം ഇത്. അത് പിന്നെ എന്താവോ, തേങ്ങയായിരിക്കും. എടാ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടേടാ. ഉള്ള കാര്യം പറയട്ടെ. ഒച്ചത്ത് പറ. ഉള്ള കാര്യം പറയട്ടെ. നിന്നെ കൊണ്ട് പറ്റൂല. നീ വീട്ടിലങ്ങനെ അടങ്ങിയത് ഇരുന്നാ പോരെ. ഒച്ചത്ത് പറ. എന്തുവാടാ നിന്നെ ചാണകം നടന്നേ? അത് ഞാൻ ആ ചെടിക്ക് കുഴച്ചോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് നടന്നു. അവനിപ്പോ എന്ത് വേണ്ട, അന്ന് രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ. ഇവന് കലാബോധമില്ല. എന്തു പറയാന്? നാളെ ഞാൻ കുറച്ച് നവരസം കാട്ടി തരട്ടെ. കലാബോധം ഇല്ലാത്തോണ്ടല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ. ഞാൻ അവളെ പറഞ്ഞ് മാറ്റാൻ നോക്കിയില്ല, എന്നിട്ട് അവള് പോയില്ല. ഇപ്പൊ അവിടെ നാണം കിട്ടി തിരിച്ചു വരും. എനിക്കത് അറിയാം. എടാ മധുവിനെ പോലെയാണോ ഞാൻ നല്ല സൂപ്പർ അല്ലേ? എടീ കാള വാല് പൊക്കുന്ന കണ്ട അറിയാം. അതിന് കോമൺ സെൻസ് മതി, മനസ്സിലായിട്ടേ. ഞാൻ ലോകം കണ്ട ആളാണ്. ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം. നീ എവിടെ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ടല്ലോ. എവിടെ? എന്റെ സർക്കിൾ ഭയങ്കര. നിങ്ങൾക്ക് അറിയാത്തോ? അതാണ്, എന്നെ വിലയില്ല. എന്നെ ഈ വീട്ടിൽ ആർക്കും വിലയില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. എടാ നീ മാക്സിമം പറമ്പ് വരെ പോയിട്ടുണ്ട്, അല്ലാണ്ട് നീ എവിടെ പോയിട്ടുണ്ടടാ? പറമ്പിൽ പോയപ്പോ നീ പറമ്പിലെങ്കിലും പോകാറുണ്ടോടി? ഞാൻ പോവാറുണ്ട്. അങ്ങോട്ട് എന്തിന്? ചേട്ടാ അഗ്രികൾച്ചർ പഠിക്കാൻ പോയത് എവിടെയാ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിൽ തന്നെ പഠിച്ചത്. അത് പാത്രം കഴിയുന്ന പരിപാടി. ഇത് അങ്ങനല്ല, ഇത് വേറെ നല്ല കോഴ്സ്. എന്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞോണ്ടല്ലോ ഓർക്ക. അതും പോയി ഇതും പോയി, ഇനി എല്ലാം പോകും. അപ്പൊ നീ വന്നേ, നമുക്ക് പാട്ട്. എനിക്ക് ഞാൻ കുറച്ച് നവരസൻസ് കാട്ടി തരട്ടെ. വേണ്ട. അല്ല, ദേഷ്യപ്പെടരുത്. ചേച്ചിക്ക് ഇഷ്ടം, പ്ലീസ് ദേഷ്യപ്പെടരുത്. ചക്കര ചേച്ചി നന്നായി അഭിനയിക്കും, സൂപ്പർ അഭിനയം, സത്യമായിട്ടും. ഞാൻ കുറച്ച് നവരസം. നീ അവന്റെ കൂട്ട് പിടിച്ചിട്ട് എന്തൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞേ? സോറി ഒന്ന് കാണിക്കട്ടെ. ദേഷ്യപ്പെടുത്തിയാൽ അല്ല, ദേഷ്യം പെട്ടെന്ന് അമ്മയോട് പറയാം. ആദ്യത്തത് കോക്രി, രണ്ടാമത്തെ മാക്രി,